ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ഫയർമാൻ, ഫയർവുമൺ പരീക്ഷയുടെ മാത്സിൻ്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രി ആണെങ്കിൽ അതിന് എത്ര വശങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബഹുഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിഗണിന് എത്ര വശങ്ങൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ തുകയും തന്നിട്ടുണ്ട്. അപ്പോൾ പോളികളുടെ വശങ്ങളുടെ എണ്ണ ആയാൽ അതിൻ്റെ ആന്തരിക കോണുകളുടെ തുകയെന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രിയാണ്. ഇവർ പറഞ്ഞിട്ടുണ്ട് ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുക തന്നിട്ടുണ്ട്. അപ്പോൾ തുകയുടെ ഇക്വേഷൻ നമുക്കറിയാം, n-2 × 180 ആണ് തുകയുടെ ഇക്വേഷൻ. അപ്പോൾ n-2 × 180 ഡിഗ്രി = 2700 ആകുമ്പോൾ n-2 = 2700 ഡിവൈഡ് ബൈ 180 ചെയ്യുമ്പോൾ 15 കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 17. എന്നിൻ്റെ വാല്യൂ ഏതാണ് വരുന്നത്? 17 ആണ് എന്നിൻ്റെ വാല്യൂ വരുന്നത്. ഓപ്ഷൻ സി. ഒരു സ്കൂളിൽ 2401 വിദ്യാർത്ഥികളുണ്ട്. വരികളുടെ എണ്ണം നിരകളുടെ എണ്ണത്തിന് തുല്യമാകുന്ന തരത്തിൽ കുട്ടികളെ നിർത്തിയാൽ വരികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരികളുടെ എണ്ണം x ആണെന്ന് സങ്കല്പിച്ചാൽ കുട്ടികളുടെ എണ്ണം എന്തായിരിക്കും? x² ആയിരിക്കും വരുന്നത്. വരികളുടെ എണ്ണം x ആയിട്ട് സങ്കല്പിച്ചാൽ കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? x² ആണ്. അപ്പോൾ കുട്ടികളുടെ എണ്ണം x² ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? x² = വരികളുടെ എണ്ണം x ആണെങ്കിൽ കുട്ടികളുടെ എണ്ണം x² ആണ്. അപ്പോൾ x = എന്താണ്? √200 2401 വരും. അതിൻ്റെ ആൻസർ വരുന്നത് 49 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്, 49. 3 വ്യത്യസ്ത റോഡ് ക്രോസിങ്ങുകളിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം ഓരോ 48 സെക്കൻഡിലും 60 സെക്കൻഡിലും 72 സെക്കൻഡിലും മാറുന്നു. രാവിലെ 7 മണിക്ക് അവ ഒരേ സമയം മാറിയാൽ അത് ഏത് സമയത്താണ് അവ വീണ്ടും ഒരേ സമയം മാറുക? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LCM കണ്ടാൽ മതിയായിരിക്കും. LCM കണ്ടിട്ട് കിട്ടുന്ന ആൻസർ 7 മണിയുടെ കൂടെ കൂട്ടിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് 48ൻ്റെയും 60ൻ്റെയും 72ൻ്റെയും LCM കാണാം. നോക്കാം. 48 സെക്കൻഡ്, 60 സെക്കൻഡ്, 72 സെക്കൻഡ്. LCM കിട്ടുന്നത് 720 സെക്കൻഡാണ്. ഈ സെക്കൻഡിനെ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ 720 ഡിവൈഡ് ബൈ 60 എന്ന് പറയുന്നത് 12 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അടുത്തത് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 7:12 AM. ഓപ്ഷൻ സി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ഫ്ലവർ വേസിൻ്റെ വില 120 രൂപയാണ്. കടയുടമ അത് 10% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ വിറ്റ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലവർ വേസിന് 120 രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. 10% നഷ്ടത്തിനാണ് വിൽക്കുന്നത് പറയുമ്പോൾ 120 രൂപയുടെ 10% കണ്ടുപിടിക്കുക. 120 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 100ൽ 10 = 12 എന്ന് കിട്ടും. അപ്പോൾ 120ൽ നിന്ന് ആ 12 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഫ്ലവർ വേസിൻ്റെ വിറ്റ വില. അപ്പോൾ 120 - 12 = 108 ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു AP-യുടെ ആദ്യത്തെ പദം ഡാഷും അവസാനത്തെ പദം 146 ആണെങ്കിൽ AP-യുടെ ആകെത്തുക 7771 ആണ് പദങ്ങളുടെ എണ്ണം. ആദ്യത്തെ പദം തരാത്തത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആദ്യത്തെ പദം കിട്ടാത്തതുകൊണ്ട് ഇതിന് ആൻസർ കിട്ടില്ല. ഇനി അടുത്തത്, ഒരു കോഡ് ഭാഷയിൽ ഗോ = 32ഉം ഒരു കോഡ് ഭാഷയിൽ ഗോ = 32ഉം ഷീ എന്നത് 49 ആണെങ്കിൽ സമ്മിൻ്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഗോ എന്ന് പറഞ്ഞാൽ 32, ഷീ എന്ന് പറഞ്ഞാൽ 49 ആണെങ്കിൽ സമ്മിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗോ എങ്ങനെയാണ് 32 ആയത്? 20 + ജിയുടെ വാല്യൂ എത്രയാണ്? 20, ഓയുടെ വാല്യൂ 12. അപ്പോൾ ഗോ എത്രയാണ്? 32. അതേപോലെ ഷീ എങ്ങനെ വരും? ഷീയുടെ വാല്യൂ എസിൻ്റെ വാല്യൂ 8, എച്ചിൻ്റെ വാല്യൂ 19, ഈയുടെ വാല്യൂ 22, അങ്ങനെ 49 കിട്ടി. അപ്പോൾ സം എന്ന് പറയുമ്പോൾ എസിൻ്റെ വാല്യൂ എത്ര കൊടുക്കുക? 8 കൊടുക്കുക. ഓയുടെ വാല്യൂ എന്ത് കൊടുക്കും? 12 കൊടുക്കും. എമ്മിൻ്റെ വാല്യൂ 14 കൊടുക്കും. ഈയുടെ വാല്യൂ 22 കൊടുക്കും. അതായത് സാധാരണഗതിയിൽ നമ്മൾ ABCD ഫ്രണ്ടിൽ നിന്നാണ് കൗണ്ട് ചെയ്ത് വരുന്നത്. ഇത് Z മുതൽ കൗണ്ട് ചെയ്ത് തിരിച്ച് കൗണ്ട് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഈയുടെ വാല്യൂ എത്ര വരുന്നത്? 22 ആകുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 56 എന്നുള്ളതാണ്. ഓക്കെ. A എന്നത് ബിയുടെ മകനാണ്. സി എന്നത് എയുടെ ഭാര്യയാണ്. ഇ എന്നത് സിയുടെ മകളാണ്. എങ്കിൽ ബിയുമായി ഇ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എ എന്നത് ബിയുടെ മകനാണ്. അപ്പോൾ ബിയുടെ മകൻ സണ്ണാണ് എ. എയുടെ ഭാര്യയാണ് സി. അപ്പോൾ എയ്ക്കും സിക്കും കൂടെ ഒരു കുട്ടിയുണ്ട്, മകളുണ്ട് ഇ. ഇനി ഇയും ബിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. ബിയുടെ ആരായിരിക്കും?
ഈ ബിയുടെ മകളുടെ മകളാണ് ഇ എന്ന് പറയുന്നത്, അതായത് കൊച്ചുമകളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, കൊച്ചുമകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചത്. 10, 18, 45, 109. ഇപ്പോൾ 10ഉം 18ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 10ഉം 18ഉം തമ്മിൽ എത്രയാണ്? 8ആണ് ഡിഫറൻസ്. അതായത് 2ൻ്റെ ക്യൂബാണ് വരുന്നത് 8. 18, 45 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 27 ആണ് വരുന്നത്. അപ്പോൾ ഏതാണ്? അത് 3യുടെ ക്യൂബാണ്. നമുക്കിത് എഴുതിയിട്ട് നോക്കാം. 10ഉം 18ഉം തമ്മിലുള്ള ഡിഫറൻസ് 8ആണ്. അതേപോലെ 18, 45 തമ്മിലുള്ള ഡിഫറൻസ് 27 ആണ്. 45ഉം 109 തമ്മിലുള്ള ഡിഫറൻസ് 64 ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യൂബുകൾ കൂട്ടിക്കൂട്ടി വരുന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 10 + 8 ആണ് 18. അപ്പോൾ ഇനി അടുത്ത എന്തായിരിക്കും? 109ൻ്റെ കൂടെ 5ൻ്റെ ക്യൂബ് കൂട്ടി കിട്ടുന്നതാണ് ഇവിടെ വരുന്ന ആൻസർ. 3 ക്യൂബ് പ്ലസ് ഇവിടെ 3 ക്യൂബ് കൂട്ടി ഇവിടെ 2 ക്യൂബ്, ദെൻ 3 ക്യൂബ്, ദെൻ 4 ക്യൂബ്, ദെൻ 5 ക്യൂബ്. അപ്പോൾ 109 + 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. ആൻസർ 234. ഓപ്ഷൻ ബി ആണ് വരുന്നത്, 234. 2016 ജൂലൈ 29 വെള്ളിയാഴ്ച ദിവസം ജനിച്ച കുഞ്ഞിന് 4 വയസ്സ് പൂർത്തിയാകുമ്പോൾ ജന്മദിനം വരുന്നത് ഏത് ദിവസമായിരിക്കും? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ വർഷങ്ങളിൽ അധിക ദിവസങ്ങൾ ഒന്നായിരിക്കും. ലീപ്പ് ഇയറിൽ അധിക വർഷം ഒരു എക്സ്ട്രാ ദിവസം കൂടെ വരും. അപ്പം 4 വയസ്സാകുമ്പോൾ എത്ര വർഷം കഴിയും? 4 വർഷങ്ങൾ കടന്നു പോകണം. അപ്പം മൊത്തം 4 വർഷം കടന്നു പോകുമ്പോൾ ഈ 2020 എന്ന് പറഞ്ഞ ലീപ്പ് ഇയറും കൂടെ വരുമ്പോൾ അതിനകത്ത് എക്സ്ട്രാ ഒരു അധിക ദിവസം വരും. അപ്പം 4 + 1 5 ദിവസങ്ങളായിരിക്കും വരുന്നത്. അപ്പം കുട്ടി ജനിച്ചത് ഏതാണ്? വെള്ളിയാഴ്ചയാണ്. വെള്ളി + 5 = ബുധനായിരിക്കും 4ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. എപ്പോഴായിരിക്കും? ബുധനാഴ്ചയായിരിക്കും 4ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇനി അടുത്തത് ഇൻറ്റു എന്നത് പ്ലസും ഡിവിഷൻ എന്നത് മൈനസും മൈനസ് എന്നത് ഇൻറ്റുവും പ്ലസ് എന്നത് ഡിവിഷനും ആയാൽ 13 × 5 - 20 + 10 ÷ 9ൻ്റെ വില എത്ര? അപ്പം നമുക്ക് ഇൻറ്റുവിന് പകരം പ്ലസ് കൊടുക്കണമെന്ന് പറഞ്ഞ്, ഡിവിഷന് പകരം മൈനസ് കൊടുക്കണമെന്ന് പറഞ്ഞ്, മൈനസിന് പകരം ഇൻറ്റു കൊടുക്കണമെന്ന് പറഞ്ഞ്, പ്ലസ്സിന് പകരം ഡിവിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ്. നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. 13 × 5 - 20 + 19 10 ÷ 9. അപ്പോൾ ഇവിടെ ഡിവിഷന് ഇൻറ്റുവിന് പകരം എന്താ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? പ്ലസ് ഇട്ടു. 13 + 5. മൈനസിന് പകരം എന്ത് കൊടുക്കാൻ പറഞ്ഞു? ഇൻറ്റു. അവിടെ ഇൻറ്റു കൊടുത്തു 20. പ്ലസ്സിന് പകരം എന്താ കൊടുക്കാൻ പറഞ്ഞത്? ഡിവിഷൻ 10. മൈനസ് ഡിവിഷന് പകരം എന്താ കൊടുക്കാൻ പറഞ്ഞത്? -9. അപ്പോൾ 13 + 10. ആദ്യം ചെയ്യുന്നത് ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ 20 ÷ 2 എന്ന് പറയുമ്പോൾ 10 കിട്ടും. 20 ÷ 2 എന്ന് പറയുമ്പോൾ 2 കിട്ടും. 20 ÷ 10 എന്ന് പറയുമ്പോൾ 2 കിട്ടും. അപ്പോൾ 5 × 2 10 എന്ന് കിട്ടും. അപ്പോൾ 13 + 10 - 9 = 14 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 14 ആണ് ആൻസറായിട്ട് വരുന്നത്. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്. കറണ്ട് അഫയേഴ്സിൻ്റെയും ഇതുപോലെ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ.